രസീന. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ തലക്കോട്ടുകരയിൽ നിന്ന് വരുന്നു. അമ്മ മാതാവ് തന്ന ഒരു വലിയ എന്താ പറയുക, സമയ ചുരുക്കത്തിൻ്റെ ഒരു സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. ഞാൻ 28/5/2022 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. എൻ്റെ ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത്. അതിനൊരു കാരണമുണ്ടായിരുന്നു. ഞാൻ നിലവിൽ വാട്ടർ അതോറിറ്റിയിൽ ഡ്രാഫ്റ്റ്സ്മാനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ 10 വർഷമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു ഓഫീസർ പോസ്റ്റിൽ എത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എന്നുള്ള പോസ്റ്റിൽ. എനിക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ട്. പക്ഷേ 8 വർഷമൊക്കെ കൂടുമ്പോഴാണ് ഒരു പോസ്റ്റ് വിളിക്കുക വാട്ടർ അതോറിറ്റിയിൽ. അങ്ങനെ മെയ് മാസം 5-ാം തീയതി ആയിട്ട് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് PSC നോട്ടിഫിക്കേഷൻ വന്നു. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പോസ്റ്റിന് നോട്ടിഫിക്കേഷൻ വന്ന് വിളിച്ചു. അപ്പോൾ ഞാനതിന് അപ്ലൈ ചെയ്തു. എനിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം എനിക്ക് 49 വയസ്സുണ്ട്. 49 വയസ്സുള്ള ഞാൻ ഈ 24-28 വയസ്സുള്ള കുട്ടികളുടെ കൂടെ കോമ്പറ്റ് ചെയ്തിട്ട് എങ്ങനെ ഇത്രയും നല്ലൊരു ഓഫീസർ പോസ്റ്റിൽ ഞാനെങ്ങനെ കോമ്പറ്റ് ചെയ്ത് കയറും എന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. എന്നിരുന്നാലും എൻ്റെ ചേച്ചി പറഞ്ഞതനുസരിച്ച് ഞാനിവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കുറച്ച് സമയം എനിക്ക് പഠിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ, ഞാൻ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന ആളാണ്. കാലത്ത് 8 മണിക്ക് പോയാൽ വൈകുന്നേരം 7 മണിക്കാണ് വീട്ടിൽ എത്തുക. എൻ്റെ വീട്ടിൽ വയസ്സായ പേരൻസ് ഉണ്ട്. അമ്മ കിടപ്പ് രോഗിയാണ്. അപ്പോൾ അമ്മയുടെ കാര്യങ്ങൾ നോക്കണം. ഇതെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം എനിക്ക് 1-1.5 മണിക്കൂർ പോലും പഠിക്കാൻ മാറിയുന്നില്ല. എന്നിരുന്നാലും ഞാനിങ്ങനെ പ്രതീക്ഷ കൈവിടാണ്ട് ഓരോ ദിവസവും എന്നെക്കൊണ്ട് പറ്റുമെന്ന പ്രതീക്ഷയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എക്സാം വന്നു. 2022 ഡിസംബർ മാസത്തിൽ എക്സാം കഴിഞ്ഞു. എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായി. എനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് തോന്നി. അത് കഴിഞ്ഞ് ഫെബ്രുവരി 2023 റിസൾട്ട് വന്ന സമയത്ത് എനിക്ക് സെക്കൻഡ് റാങ്ക് ഉണ്ടായി. ഞാൻ സെക്കൻഡ് പോസ്റ്റിലെത്തിയിരിക്കുന്നു ആ റിട്ടൺ ടെസ്റ്റിൽ. അപ്പോൾ എനിക്ക് അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ എനിക്ക് വളരെ നന്ദി പറഞ്ഞ് ഞാൻ ഉടമ്പടി പുതുക്കി. അത് കഴിഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ വന്നപ്പോൾ ഇൻ്റർവ്യൂ എന്നൊരു വലിയൊരു കടമ്പയാണ്. ഒരു ഓഫീസർ പോസ്റ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ടഫ്നെസ്സൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് വാട്ടർ അതോറിറ്റിയിൽ സിവിൽ എഞ്ചിനീയറിംഗ് മാത്രമല്ല, കെമിക്കൽ, മെക്കാനിക്കൽ ഈ ബ്രാഞ്ചുകളൊക്കെ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവരൊക്കെ കോമ്പറ്റ് ചെയ്യാൻ നമ്മുടെ കൂടെ വരുമ്പോൾ സിവിൽ മാത്രം പഠിച്ചാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്നിരുന്നാലും ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കിയ കാരണം ഞാൻ തൈലം നെറ്റിയിൽ പൂശി മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഇൻ്റർവ്യൂവിന് പോയിരുന്നത്. അതുപോലെ തന്നെ ഉപ്പ് ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ഹാളിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഉപ്പ് ഞാൻ ആ ഡോറിൻ്റെ ബാക്കിൽ വെതറി കയ്യിൽ കാശ് രൂപം പിടിച്ചിട്ടാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് മാർക്ക് വന്നപ്പോൾ ഏറ്റവും ടോപ്പ് മാർക്ക് എനിക്ക് ഇൻ്റർവ്യൂവിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് റിട്ടൺ ടെസ്റ്റിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും മാർക്ക് കൂട്ടിയിട്ടാണ് റാങ്ക് ലിസ്റ്റ് ഇടുക. റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴും എനിക്ക് 2ാം റാങ്ക് ഉണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എത്രയും വലിയൊരു അത്ഭുതം ദൈവം തന്നതിനുള്ളുപരി ഞാൻ കോമ്പറ്റ് ചെയ്തത് 28, 30, 32 വയസ്സായ കുട്ടികളുടെ കൂടെയാണ്. 50 വയസ്സായി ഞാൻ കോമ്പറ്റ് ചെയ്തത്. എൻ്റെ ലാസ്റ്റ് ചാൻസ് ആയിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്തത്. 50 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും PSCയിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റിന് സാധാരണ PSCയിൽ നമുക്ക് 36 വയസ്സ് വരെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം ഞങ്ങൾക്ക് 50 വയസ്സ് വരെ ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 50 വയസ്സ് കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ഓഫീസർ പോസ്റ്റ് എന്നുള്ള ആ കടമ്പയിലേക്ക് എനിക്ക് കടക്കാൻ പറ്റുമായിരുന്നില്ല. എൻ്റെ അവസാനത്തെ പരിശ്രമം അതിലെനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. ആ ടെസ്റ്റ് നന്നായി എഴുതാൻ പറ്റി. ഇൻ്റർവ്യൂ നന്നായി അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഞാൻ ആ ലിസ്റ്റിൽ പെടുകയും ആ കൂടി 8 പോസ്റ്റാണ് ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റിന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ 2ാം റാങ്ക് എനിക്ക് കിട്ടി. ഞാൻ 2023 ഡിസംബർ 19 തീയതി ഞാൻ വാട്ടർ അതോറിറ്റിയിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായി ജോയിൻ ചെയ്തു. ഞാൻ 10 വർഷമായിട്ട് നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ ഈ ഓഫീസർ പോസ്റ്റ് എന്നുള്ള പോസ്റ്റ് കിട്ടിയിരുന്നില്ല. അങ്ങനെ ഞാനിപ്പോൾ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പോസ്റ്റ് 50 വയസ്സ് കഴിഞ്ഞെങ്കിൽ എനിക്ക് ഒരിക്കലും എഴുതാൻ പറ്റാത്ത പോസ്റ്റാണ്. അത് 49ാമത്തെ വയസ്സിൽ ആ നോട്ടിഫിക്കേഷൻ വരികയും മാതാവ് എന്നെ കൊണ്ട് അത് എഴുതിപ്പിക്കുകയും ചെയ്തു. 2ാമത്തെ കേസ്, ഇനി ഇതിനു വേണ്ടി ഞാൻ ചിലവാക്കിയ സമയങ്ങളെന്ന് പറയുന്നത് വളരെ കുറച്ച് സമയം മാത്രമേ എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. പക്ഷേ ഉള്ള സമയത്ത് മുഴുവൻ ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടും പഠിപ്പിന് വേണ്ടിയിട്ടും ഒക്കെ ഞാൻ ഡിവൈഡ് ചെയ്ത് സമയം കണ്ടെത്താൻ എനിക്ക് പറ്റി. വീട്ടിലെ സാഹചര്യങ്ങളും ഓഫീസ് സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് എനിക്കത് അത്രയും സബ്ജക്റ്റ് കവർ ചെയ്യാനും ആ ഇൻ്റർവ്യൂ നന്നായിട്ട് ചെയ്യാനും പറ്റിയത്. അമ്മ മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്ന് ആ പോസ്റ്റിൽ ഇരിക്കാൻ കഴിഞ്ഞത്. ആ സമയ ചുരുക്കുന്നതിൻ്റെ മറ്റൊരു കാര്യം പറയാനുള്ളത്, PSC ഒരു ടെസ്റ്റ് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടെസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്ന് പിന്നെ അത് ടെസ്റ്റിന് വിളിച്ച് കഴിഞ്ഞ് റിട്ടൺ ടെസ്റ്റ് കഴിഞ്ഞ് ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വരുമ്പോഴേക്കും റിയലി ഒരു 4 വർഷമെങ്കിലും മിനിമം കഴിയും.
എൻ്റെ കേസിൽ 1 വർഷത്തിനുള്ളിൽ എല്ലാം നടന്നു. കാരണം എൻ്റെ എക്സാം നടന്നത് ഡിസംബർ 2022 പക്ഷേ എൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടിയത് ഡിസംബർ 2024 ഫസ്റ്റ് വീക്കിൽ വന്നു. അതായത് 1 വർഷം എത്തുന്നതിന് മുന്നേ തന്നെ ഞങ്ങളുടെ റിട്ടേൺ ടെസ്റ്റ്, ഇൻ്റർവ്യൂവും റാങ്ക് ലിസ്റ്റും വന്നു. അത്രയും ഫാസ്റ്റായിട്ട്. അത് 3 വർഷം 4 വർഷം കൊണ്ട് സംഭവിക്കാവുന്ന ഒരു കാര്യം മാതാവ് 1 വർഷം കൊണ്ട് 1 വർഷത്തിനുള്ളിൽ അത് ചെയ്ത് തന്ന്, സമയം ചുരുക്കം, അതായത് 3-4 വർഷം എടുക്കുന്ന കാര്യം ഒരു 11 മാസം കൊണ്ട് അത് ചെയ്ത് തന്ന്, അത് അത്രയും ലഘൂകരിച്ച് തരിക. അത്രയും വലിയൊരു കാലയളവിനെ ലഘൂകരിച്ച് 50 വയസ്സിനുള്ളിൽ 50ാമത്തെ വയസ്സിൽ ടെസ്റ്റ് എഴുതുന്നു. 50ാമത്തെ വയസ്സിലാണ് ഞാൻ ആ ജോലിയിൽ കയറുക. അതായത് 1 വർഷത്തിനുള്ളിൽ തന്നെ ടെസ്റ്റ് എഴുതിനും ഇൻ്റർവ്യൂ കഴിയലും റാങ്ക് ലിസ്റ്റ് വരലും ജോലിയിൽ കയറലും കഴിഞ്ഞു. അത് എനിക്ക് തോന്നുന്നത് വളരെ അപൂർവമായിട്ടാണ് PSCയിൽ തന്നെ സംഭവിക്കാറുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അമ്മ മാതാവിൻ്റെ ഒരു പ്രത്യേക കഴിവുകൊണ്ട് മാത്രമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ. അത്രയും ചെറിയൊരു സമയ ചുരുക്കം അത് എനിക്ക് സംഭവിച്ച വലിയൊരു മഹത്വമാണ് ദൈവത്തിൻ്റെ. കാരണം എനിക്ക് ഒരു മെറിറ്റും ഉണ്ടായിരുന്നില്ല മറ്റുള്ളവരുടെ കോമ്പറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ ഏജ് ഒരു പ്രശ്നമായിരുന്നു. ഞാൻ ഇത്രയും വയസ്സുള്ള ഞാൻ എങ്ങനെ മറ്റുള്ളവരോട് കോമ്പറ്റ് ചെയ്യണം? കുട്ടികളൊക്കെ ഭയങ്കര MTech കഴിഞ്ഞു, PhD കഴിഞ്ഞ കുട്ടികളൊക്കെയാണ് കോമ്പറ്റ് ചെയ്യാൻ വന്നത്. ഞാനാണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി മാത്രമുള്ള ഒരു ഡിഗ്രി ഉള്ള ആൾ. അപ്പോൾ അവരൊക്കെ കോമ്പറ്റ് ചെയ്തിട്ടും എനിക്ക് ഇത്രയും നല്ല റാങ്ക് കിട്ടാനും ആ ജോലിയിൽ കയറാനും തന്നത് മാതാവിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ്. മാതാവ് ഒരിക്കലും നമ്മളെ കൈവിടിയില്ല. മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടിയതിന് മാതാവിന് നന്ദി പറയുന്നു, ഈശോനാഥ് നന്ദി പറയുന്നു. എല്ലാ സമയങ്ങളിലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ഈശോയാണ് എൻ്റെ ജീവൻ, ഈശോയാണ് എൻ്റെ ശക്തി. അങ്ങ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആർക്കും എന്നെ തോൽപ്പിക്കാനാകുന്ന എപ്പോഴും ഞാൻ പറഞ്ഞു നടക്കുമായിരുന്നു. ദൈവത്തിൻ്റെ പ്രത്യേക കൃപ കൊണ്ട് മാത്രം ഞാൻ പ്രാർത്ഥനയ്ക്കും ബൈബിൾ വായനയ്ക്കും സമയം കണ്ടെത്തിയിരുന്നു. ഒരു അരമണിക്കൂറൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞാനൊരു 15 മിനിറ്റെങ്കിലും ഞാൻ സമയം കണ്ടെത്തും. പിന്നീട് എപ്പോഴാണ് സമയം കിട്ടുന്നതെങ്കിൽ ഞാൻ വായിക്കുമായിരുന്നു. നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, അടുക്കളയിൽ പണി ചെയ്യുമ്പോൾ ഒക്കെ ഞാനിങ്ങനെ ഈ ധ്യാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ധ്യാനം കേൾക്കുന്നതിനും എല്ലാം സമയം കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് എപ്പോഴും ഈശോ എൻ്റെ കൂടെ ഉണ്ടെന്നും മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നും ആ ധൈര്യം എനിക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു. അമ്മ മാതാവ് തന്ന ഈ അനുഗ്രഹത്തിന് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. കാരുണ്യ പ്രവർത്തികളും ഞാൻ ചെയ്തിരുന്നു. കാരണം ഇവിടുന്ന് ഞാൻ കൃപാസനത്തിലെ പത്രങ്ങൾ കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ അടുത്തൊരു അമല ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൽ ഞായറാഴ്ചകളിൽ മാത്രമേ എനിക്ക് ഒഴിവുണ്ടാവുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ജോലിയുണ്ട്. അപ്പോൾ ഞായറാഴ്ചകളിൽ ഞാൻ ഒരു 3 മണിയാവുമ്പോൾ ഞാൻ ഈ അമല ഹോസ്പിറ്റലിൽ പോയിട്ട് രോഗികൾക്ക് കൊണ്ടുപോയി ഈ പത്രം വിതരണം ചെയ്യും. അവരുടെ അടുത്ത് അപ്പോൾ ഹിന്ദുസൊക്കെ ചോദിക്കും, ഇതൊക്കെ വായിച്ചിട്ട് എങ്ങനെയാണ് ഞങ്ങളുടെ രോഗം മാറണേന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളിത് വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു ആശ്വാസം കിട്ടും എന്ന് പറയും അവരുടെ അടുത്ത്. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ പോണ വഴിയിലുള്ള ഓട്ടോറിക്ഷക്കാരൊക്കെ നിൽക്കുകയാണെങ്കിൽ അവരേലൊക്കെ ഈ പത്രം കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു നേരത്തെ ഫുഡിനുള്ള പൈസ ഞാനിങ്ങനെ ഒരാളിങ്ങനെ ഫുഡ് കൊടുക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അപ്പോൾ ആൾക്ക് ഞാൻ പൈസ കൊടുക്കാറുണ്ട്. അങ്ങനെ അവർ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാരാണ് ഒരു ബ്രദർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ബ്രദർ നടത്തുന്ന ഒരു കൂട്ടായ്മയിലേക്ക് ഞാൻ ഭക്ഷണത്തിനൊക്കെ ഞാൻ ആ ഉടമ്പടി എടുത്ത സമയത്ത് ഒരു നേരത്തെ ഫുഡ് ഒരാൾക്കുള്ള ഫുഡിന് വേണ്ടി പൈസ കൊടുത്ത് കാരുണ്യ പ്രവൃത്തി ചെയ്തിരുന്നു. അതുമാതിരി ക്യാൻസർ പേഷ്യൻറ്റിന് ഞാൻ പൈസ കൊടുത്ത് സഹായിക്കാറുണ്ടായിരുന്നു. എൻ്റെ ചുറ്റിലുള്ള ആൾക്കാർക്ക് എന്നെ കൊണ്ട് ചെയ്യാവുന്ന ചെറിയ ചെറിയ കാരുണ്യ പ്രവർത്തികൾ ചെയ്തിരുന്നു. പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ പോയി അല്ലെങ്കിൽ അനാഥ മന്ദിരത്തിൽ പോയി അല്ലെങ്കിൽ ഒരു വൃദ്ധജനങ്ങളെ പരിചരിക്കാനുള്ള സമയങ്ങളൊന്നും കിട്ടുമായിരുന്നില്ല. കാരണം എൻ്റെ വീട്ടിൽ തന്നെ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ അൽഷിമേഴ്സ് പേഷ്യൻ്റാണ്, ബെഡ് റിഡനാണ്. ജോലി ചെയ്ത് വന്നാലും ഒരു 9 മണി വരെ എനിക്ക് വീട്ടിൽ അവരെ ശുശ്രൂഷിക്കുന്നതിനുള്ള പണികളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പുറത്ത് പോയി വേറെ ആളെ ശുശ്രൂഷിക്കാനൊന്നും എനിക്ക് സമയം കിട്ടിയിരുന്നില്ല. എന്നിരുന്നാലും ഞാൻ എൻ്റെ ചെയ്യുന്ന ജോലികൾ ഞാൻ വളരെ ആത്മാർത്ഥമായി ചെയ്തിരുന്നു. എൻ്റെ അപ്പച്ചനാണെങ്കിൽ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. അപ്പോൾ 2 പേഷ്യൻറ്റുകൾ വീട്ടിലുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ ദൈവം എന്നെ കാത്തു പരിപാലിച്ചു. എനിക്ക് നന്നായി പഠിക്കാൻ പറ്റി, അത് നന്നായി പെർഫോം ചെയ്യാൻ പറ്റി. ഞാൻ അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, മറ്റവർക്ക് ചെയ്ത കാര്യങ്ങളെല്ലാം ദൈവം എനിക്ക് നല്ല നന്മയ്ക്കായി എനിക്ക് വേണ്ടി ഉപയോഗിച്ചു. കാരുണ്യ പ്രവൃത്തികളിലൂടെയും ദൈവത്തിലുള്ള വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടെയും എല്ലാം എനിക്ക് ദൈവം തന്ന ഈ വലിയൊരു അനുഗ്രഹത്തിന് ഞാനിവിടെ നന്ദി പറയുന്നു.